നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ അതിനു മുമ്പ് നിന്നൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചു. അമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന കാലിന്റെ പ്രശ്നം വീണ്ടും കൂടും കേട്ടോ. പരമാവധി റെസ്റ്റ് ചെയ്താലേ പൂർണ്ണമായിട്ട് ഭേദാവൂന്നല്ലേ ഡോക്ടർ പറഞ്ഞ്? അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മോളെ. എന്നുവെച്ച് മുഴുവൻ സമയവും ബെഡ് റെസ്റ്റ് ഒക്കെ എടുക്കാൻ നമുക്ക് പറ്റുമോ? അതെ, കുടുംബത്തിലെ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ. ഞാൻ പറഞ്ഞത് എനിക്കിവിടെ സുഖാണോന്നറിയാൻ കൂടെ കൂടെ ഇങ്ങോട്ടേക്ക് ഓടി വരേണ്ടതില്ലെന്ന് അമ്മ. എനിക്കിവിടെ യാതൊരു പ്രശ്നവുമില്ല. സത്യേട്ടന് എന്നോട് വലിയ സ്നേഹമൊക്കെയാ. പിന്നെന്തിനാ അച്ഛനും അമ്മയ്ക്കും എന്നെ ഓർത്ത് ടെൻഷൻ? ഒരു കാര്യമില്ലാതെ രണ്ടാളും പെട്ടെന്ന് ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. അച്ഛനും അമ്മയ്ക്കും എന്നോട് എന്തോ പറയാനുണ്ട്. അങ്ങനെ കാര്യായിട്ടൊന്നുമില്ല മോളെ. ഞങ്ങള് സുശീലയെ കണ്ടിരുന്നേ. ഇന്ദ്രൻ സ്ഥലത്തില്ലാത്തോണ്ട് നിന്റെ സ്വർണം അത്രയും വാടക വീട്ടിൽ വെക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അവര് പറയുന്നത്. അല്ല, പണ്ടത്തെ പോലെയല്ല. കള്ളന്മാര് പല രൂപത്തിൽ കറങ്ങി നടക്കുന്ന കാലോ. അതെ, ആണുങ്ങളില്ലാത്ത വീട് നോക്കിയാണ് ഇപ്പൊ മോഷണം. അപ്പോ വീട്ടിലെ ആണുങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണോ അച്ഛൻ പറയുന്നത്? ഇപ്പൊ ആരാ അച്ഛ വിലപിടിപ്പുള്ള സ്വർണമൊക്കെ വീട്ടിൽ സൂക്ഷിക്കുന്നത്? അതല്ല മോളെ. ഇന്ദ്രൻ മധുരയ്ക്ക് പോയതുകൊണ്ട് നിന്റെ സ്വർണം പണയം വെക്കാനൊന്നും അവന് സമയം കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ അത് വീട്ടിൽ തന്നെ കാണില്ലേ? ഇല്ല, ഇന്ദ്രേട്ടൻ പോകുന്നതിന് മുമ്പ് സത്യേട്ടനെ വിളിച്ച് ആ സ്വർണം തിരികെ ഏൽപ്പിച്ചു. സത്യേട്ടൻ അത് ബാങ്ക് ലോക്കറിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോ സച്ചി സാറിന്റെ ബാധ്യത തീർക്കാൻ ആ സ്വർണം കൊടുക്കേണ്ടി വന്നില്ലേ മോളെ? തൽക്കാലം വേണ്ടി വരില്ല അച്ഛ. സച്ചി സാർ അതൊരിക്കലും തിരിച്ചു വാങ്ങില്ലെന്നാ സത്യേട്ടൻ എന്നോട് പറഞ്ഞു. അച്ഛന്റെ അമ്മയുടെയും ടെൻഷൻ മാറിയല്ലോ അല്ലേ? എനിക്ക് നിങ്ങളുടെ വരവ് കണ്ടപ്പോഴേ തോന്നി എന്തോ കുശുമ്പോട്ടാ വരുന്നേന്ന്. വാ അകത്തേക്ക്, നമുക്ക് ചായ കുടിക്കാം. സത്യത്തിൽ ഞങ്ങൾ വിനയനും കുട്ടി വന്നത് ആ നന്ദുവിന്റെ സഹോദരനെ കുറിച്ച് വ്യക്തമായ ചില സൂചനകൾ ദയക്ക് നൽകാൻ വിനയന് കഴിയുമെന്ന് കരുതിയ. ആ നിതിനുമായി നേരിട്ട് മുട്ടിയ ആളാണല്ലോ വിനയൻ. എനിക്ക് നിതിനെ കുറിച്ച് വ്യക്തമായൊരു ചിത്രം ദയക്ക് നൽകാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ദയ ഇപ്പൊ നോർമൽ ആണെങ്കിൽ വീണ്ടും ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് അവളെ ഡിസ്റ്റർബ് ചെയ്യണമെന്നും കൂടി ആലോചിക്കണം. അത് വേണ്ടെന്ന എന്റെ അഭിപ്രായം. വിനയനൊക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നറിയുമ്പോ ദയ ഏത് രീതിയിലാ പ്രതികരിക്കാന്ന് അറിയില്ല. ചിലപ്പോ ഇപ്പോഴുള്ള സമാധാനം കൂടി നഷ്ടപ്പെടും. പണ്ട് നന്ദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ദയക്ക് വിനയനോട് ചെറിയൊരു ഇഷ്ടക്കേടുണ്ട്. വിനയന്റെ ഇപ്പോഴത്തെ ഈ മാറ്റമൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ ദയ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ആ സ്ഥിതിക്ക് വിനയൻ ദയയെ കാണാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നന്ദുവിന്റെ പ്രേതത്തെയല്ല ദയ കാണുന്നതെന്നും അവന്റെ ഇരട്ട സഹോദരനായ നിതിനാണതെന്നും ദയയെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. അതും അവനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തന്നെ അവളെ വിശ്വസിപ്പിക്കേണ്ടി വരും. അപ്പോ ഇതുവരെയുള്ള ട്രീറ്റ്മെന്റ് കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും ദയയുടെ പ്രേതഭയം മാറില്ലെന്നാണോ ശബരി പറയുന്നത്? അതൊക്കെ ഒരുവിധം മാറിയെന്ന് രഘുവേട്ടൻ ഞാൻ കരുതി. പക്ഷെ വീണ്ടും പറഞ്ഞ് അവളെത്തുന്നത് നന്ദുവിലേക്ക് തന്നെ. അവന് ദുർമരണം സംഭവിച്ചതുകൊണ്ട് അവളെ വിടാതെ പിന്തുടരുന്നെന്ന കുറച്ചു മുമ്പ് പോലും അവൾ എന്നോട് പറഞ്ഞത്. ഇത് വല്ല മന്ത്രവാദിയും വരുത്തി തന്നെ തീർക്കേണ്ടി വരൂ രഘുവേട്ട. നമുക്കേ അവളെ തമ്പായുടെ അടുത്ത് തന്നെ കൊണ്ടുവന്നാലോ? പ്രേതബാധയാണെങ്കിലല്ലേ മന്ത്രവാദിയെ കൊണ്ട് ഒഴിപ്പിക്കാൻ പറ്റുമോ അമ്പിളി ചേച്ചി? ഇത് അതല്ലല്ലോ, ദയയുടെ തോന്നൽ മാത്രമല്ലേ. ഇതിന് ഏറ്റവും നല്ല ചികിത്സ
ആ നിതിനെ പിടിച്ചു കൊണ്ടുവന്ന് ദയയുടെ മുമ്പിൽ നിർത്തുക തന്നെയാ. അവനെക്കുറിച്ചുള്ള അന്വേഷണം നമുക്കൊന്നുകൂടി സ്ട്രോങ് ആക്കണം രഘുവേട്ട. അവൻ പഞ്ചരത്നത്തിൽ വരെ ദയ അന്വേഷിച്ചെത്തി. ഇനി അവൻ ഏത് സമയത്ത് ഇവിടെയും വരാം. എന്നുവെച്ചാൽ നമ്മുടെയൊക്കെ കണ്ണു വെട്ടിച്ച് അവൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവുന്ന അതിനർത്ഥം. ഇത്തവണ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഊരി പോവാതെ നോക്കണം. എന്ത് ചെയ്തിട്ടായാലും എത്രയും വേഗം നിങ്ങൾ അവനെ പിടിച്ചു കെട്ടണം. അല്ലെങ്കിൽ പോലീസിൽ അറിയിച്ചിട്ടായാലും അവനെ പിടികൂടിയേ പറ്റൂ. അയ്യോ, അത് തൽക്കാലം വേണ്ട ശബരി. ഈ പോലീസ് പിടിച്ചാലേ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി എല്ലാരും അറിയും. അവനെ അല്ലാതെ തന്നെ പിടിച്ചൊതുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതെ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ശബരി. ഇനി അവൻ നമ്മുടെ വലയിൽ തന്നെ വന്ന് വീഴും. നമ്മൾ വീഴ്ത്തിയിരിക്കും. അച്ഛന് ചായ കൊടുക്കുമ്പോ ഇവരെല്ലാവരും വന്ന കാര്യം പറയണേ ഏട്ടത്തി. ഇപ്പൊ ഉറക്കമായിരിക്കും, എഴുന്നേക്കുമ്പോ പറഞ്ഞാ ആ പോലെ. മതി മതി. ഞങ്ങൾ എന്തായാലും ഇന്നിവിടെ കാണും. വിനയ ദയക്കാണോ ഏട്ടത്തി? ആ അതെ. അവളിപ്പോ മരുന്നിന്റെ മയക്കത്തിലായിരിക്കും. ഉണ്ണിക്കുട്ടൻ അനിതയുടെ മുറിയിലല്ലേ ഉള്ളത്? അതെ. എന്നാ പിന്നെ ദയ പിന്നെ വിളിക്കാല്ലേ? ആ അത് മതി. അവളെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് അനിതേ. ചായ അപ്പൊ കൊണ്ടുപോവാം. ശരി ചേച്ചി. ചായ കുടിക്കും. നിങ്ങൾ ചായ കുടിക്കുവിനേ. ദേ, ഞങ്ങൾ വിചാരിച്ചത് നീ തണലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോ പഞ്ചരത്നത്തിലേക്കാവും തിരിച്ചു വരുന്നേന്നാ. അവിടേക്ക് ഞാൻ വന്നിട്ട് എന്തിനാ? നിങ്ങൾക്കൊക്കെ ഞാനൊരു ശല്യമാവാനോ? ശബരീട്ടൻ എന്തായാലും അവിടെ വന്ന് താമസിക്കില്ല. എന്നെ ഇനി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ ഭർത്താവിനല്ലേ, നിങ്ങൾക്കാർക്കും അല്ലല്ലോ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ശബരി നിന്നെ നന്നായി നോക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കില്ലേ അച്ഛൻ നിന്നെ ശബരിയോടൊപ്പം ഇങ്ങോട്ട് അയച്ചത്. അല്ലാതെ നിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ടാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ലേ ചേച്ചി. ശബരിയേട്ടൻ നമ്മുടെ അച്ഛനോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ അച്ഛൻ എന്നെ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞാലേ നിന്നെയും മോനെയും പിരിഞ്ഞിരിക്കാൻ ശബരിക്ക് പറ്റില്ല. നിങ്ങളോട് ഉണ്ടാവുന്ന അവനൊരു സമാധാനോ. ഇനി ശബരിക്ക് അവന്റെ ബിസിനസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കാനും പറ്റും. പക്ഷെ നീ കൂടി അതിനുവേണ്ടി അവനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. വേറൊന്നും വേണ്ട. നീ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും കൊടുക്കാതിരുന്നാൽ മതി. ഞാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാക്കാറുണ്ടോ രഘുവേട്ടാ? എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താലല്ലേ ഞാൻ പ്രതികരിക്കാറുള്ളൂ. അങ്ങനെ ചെയ്യുന്നവരും ഇവിടെയുണ്ട്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോരോ രീതിയല്ലേ ദേ. എല്ലാവർക്കും നിന്നെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റുമോ? അതുപോലെ നിനക്കും ആരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മറ്റുള്ളവർ എന്ത് പറയുന്നെന്നോ ചെയ്യുന്നെന്നോ നോക്കാതെ അവനവന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാം. അതെ, ഇവിടെ പിന്നെ അധികം പേരൊന്നുമില്ലല്ലോ. ശബരിയുടെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ കണ്ട അദ്ദേഹത്തെ അനുസരിക്കാനും ബഹുമാനിക്കാനൊക്കെ നിനക്ക് പറ്റും. പിന്നെ ആ അനിത, അവളൊരു പാവ. അവളൊരിക്കലും നിന്നെ വെറുപ്പിക്കാൻ വരില്ല. വരാതിരുന്ന അവർക്ക് കൊള്ളാം. മിണ്ടാ പൂച്ചി ആദ്യം കലവടയ്ക്കുന്നെ. അതും നമ്മൾ സൂക്ഷിക്കണമല്ലോ. ഇനി വേറൊരാളും വരാനുണ്ട്, വാസന്തിയിച്ചി. ധനേട്ടൻ ഇപ്പോഴേ എന്നൊരു മാനസിക രോഗിയായിട്ടാ കാണുന്നേ. അപ്പൊ പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന എന്തായിരിക്കും അവസ്ഥ? എടി, നീ അതൊന്നോർത്ത് വിഷമിക്കല്ലേ. അവരുടെ നോട്ടവും സംസാരവും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അത് ശബരിയോട് തുറന്നു പറ. ബാക്കിയൊക്കെ അവ നോക്കിക്കോളും. അല്ലാതെ നീ ആയിട്ട് ആരോടും വഴക്കിനൊന്നും പോവണ്ട. നോക്കട്ടെ ചേച്ചി, പരമാവധി എല്ലാവരുമായിട്ട് ഒത്തുപോണമെന്നാ എന്റെ ആഗ്രഹം. ഞാൻ കാരണം ശബരീട്ടിന്റെ ജീവിതത്തില് സ്വസ്ഥത ഇല്ലാതെ ആവരുതല്ലോ. അതിനുവേണ്ടി മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കും. മതി, അത് മതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവണം.
പിന്നെ ഉണ്ണിക്കുട്ടനും വളർന്നു വരികയല്ലേ. അവൻ അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒരുപോലെ കിട്ടണമെങ്കിൽ നീയും ശബരിയും എപ്പോഴും ഒരുമിച്ചുണ്ടാവണം.